ഈ ലോകത്ത് ഏറ്റവും ദുരിതമുള്ളൊരു ജോലി ഹീലിംഗ് ജോലിയാണ്. ഈ ഹീല് ചെയ്യുന്നത് എന്താണ് നമ്മുടെ അടുത്ത് തലയിൽ വെക്കണമെന്നും നമുക്ക് എന്താ സംഭവിക്കുന്നു ഒരു ഹീലേഴ്സിനും ഇവിടെ ധാരണയില്ല. നമ്മളിൽ നിന്ന് റിലീസ് ആവുന്ന എനർജി എവിടെ പോകുന്നു? ഇല്ലാണ്ടാവില്ല. എനർജി ഒരിക്കലും ഇല്ലാണ്ടാവില്ല. ആ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവായ എനർജീനെ റിമൂവ് ചെയ്തിട്ട് ആ എനർജീനെ പോസിറ്റീവാക്കി മാറ്റുക, ആ സോളിനെ പോസിറ്റീവാക്കി മാറ്റുക. അല്ലെങ്കിൽ ഇവരുടെ സോളുകൾക്ക് വേണ്ട സഹായം വേണ്ട സോളുകളും പലപ്പോഴും നമ്മളെ ഹീലേഴ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരും. ഇപ്പോൾ ഒരു രാത്രി ചില സമയത്ത് നമുക്ക് വേറെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ നമുക്കൊരു എനർജി ഫ്രീക്വൻസി നമ്മുടെ ബോഡിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് സോൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിന് ഗൈഡൻസ് തരുന്ന പോലെ തന്നെയാ രാഹുലെ ഇത്തരത്തിലുള്ള സോളുകൾക്ക് നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്നത്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെയാണ് അവരൊരു ശരീരത്തിലോട്ട് ആഡ് ഓൺ ആവുന്നതും ആ ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാം ചെയ്യുന്നത്. അവർക്കും ഒരു പർപ്പസ് ഉണ്ട്. സോൾ കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, ഒരുപാട് പേർക്ക് സോളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് അവർ പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ അവര് മീഡിയങ്ങളായിട്ട് പലപ്പോഴും നിൽക്കാറുണ്ട്. അപ്പൊ അങ്ങനെ മീഡിയമായിട്ട് നിൽക്കുമ്പോൾ, അതായത് ഒരു സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹീലർക്ക് പിന്നീട് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഈ ലോകത്ത് ഏറ്റവും ദുരിതമുള്ളൊരു ജോലി ഹീലിംഗ് ജോലിയാണ്. കാരണം ഹീലേഴ്സിന് പോലും അറിയില്ല ഈ ഹീല് ചെയ്യുന്നത് എന്താണ് നമ്മുടെ അടുത്ത് തലയിൽ വെക്കണമെന്നും നമുക്ക് എന്താ സംഭവിക്കുന്നു ഒരു ഹീലേഴ്സിനും ഇവിടെ ധാരണയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ ആ ഉപാസന കൊണ്ടോ ഈ പ്രവർത്തികൾ കൊണ്ടോ മറ്റെന്ത് കാര്യങ്ങളോടും നമുക്ക് ഇതിനെ പലതിനും നേരിടാൻ പറ്റുമെന്ന് നമുക്ക് തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഇത് നമ്മളെ കാര്യമായി സാധനം ബാധിക്കും. ഞാൻ എൻ്റെ കാര്യം പറയാം. ഇപ്പോ എന്നെ ഒരുപാട് കാണാൻ വരുന്ന പല മനുഷ്യരുടെയും ഇഷ്യൂ അവരുടെ സോളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡിഫറെന്റ് നെഗറ്റീവായ എനർജീസോ നെഗറ്റീവ് സോളുകളോ അതുമായി ബന്ധപ്പെട്ട ആളുകളാണ് പകുതിയും കാണാൻ വേണ്ടി വരുന്നത്. കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ഇന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ എനിക്ക് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്നിരിക്കുന്ന കേസുകളെല്ലാം ഈ സോളുമായി ബന്ധപ്പെട്ട സോൾ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഇവർ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവരുടെ ശരീരത്തോട്ട് ആ സോൾ പ്രസൻസ് വരാതിരിക്കാനുള്ള എനർജി തുടക്കമേ നമ്മൾ പുഷ് ചെയ്ത് വെക്കും ഇവരുടെ ശരീരത്തോട്ട്. ആ എനർജി ഫ്രീക്വൻസിയിലായിരിക്കും നമ്മൾ ഇവരെ നിർത്തുന്നത്. അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ആലോചിച്ച് നോക്കുമ്പോൾ രാഹുലിന് ഒരു സോൾ ഇഷ്യൂ ഉള്ള ഒരു വ്യക്തിയാണെന്ന് കരുതുക. സോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പലപ്പോഴും എനർജി ഫോർമേഷൻ ആണ്. ഈ എനർജി ഫോർമേഷന് രാഹുലിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. ആ കഴിവ് ഉള്ളത് കൊണ്ടാണ് രാഹുൽ എന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിനെ മാനിപ്പുലേറ്റ് ചെയ്ത് രാഹുലിനെ എന്ത് വേണം ചെയ്യിപ്പിക്കാം. സൂയിസൈഡ് ചെയ്യിപ്പിക്കാം, ഇഷ്യൂ ഉണ്ടാക്കിപ്പിക്കാം, വളകറാക്കാം, എങ്ങനെ വേണേലും ഈ എനർജിക്ക് വേണ്ടി കൊണ്ടുപോവാം. അപ്പോൾ ഈ എനർജിനെ ബ്ലോക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് രാഹുലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. അപ്പൊ ഞാൻ ചെയ്യുന്ന ആദ്യത്തെ പ്രക്രിയ എന്ന് പറയുന്നത് ഈ എനർജി പാസ് ചെയ്ത് രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള. ശേഷം കൺസലേഷൻ തുടങ്ങുന്ന സമയത്തൊക്കെ ഇറിറ്റേഷൻ ഫീൽ ആവും. അപ്പൊ രാഹുൽ എന്താണ് ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാവും. രാഹുൽ ചിന്തിക്കുന്ന എല്ലാം എനിക്ക് കണക്റ്റഡ് ആവും. ഞാൻ ചോദിക്കും ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഓൾറെഡി പറഞ്ഞു കൊടുക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മള് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത് രാഹുലിന്റെ സോൾ ഉണ്ടല്ലോ, രാഹുലിന്റെ സോളുമായിട്ട് കണക്ട് ആവുക എന്നുള്ളതാണ് അടുത്ത പ്രക്രിയ. എന്ന് പറഞ്ഞാൽ അത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിന്റെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്റെ ഉത്തരവാദിത്തമല്ല. ഞാൻ അതിലൊരു സപ്പോർട്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. എനിക്ക് മറ്റൊരു സപ്പോർട്ട് വേണം. രാഹുൽ ഇപ്പൊ എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് രാഹുലിന്റെ ശരീരത്തെ സംരക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ്. രാഹുലിന്റെ ശരീരത്തെയോ രാഹുലിന്റെ മാനസികാവസ്ഥയോ സംരക്ഷണം. കാരണം രാഹുലിന് കുടുംബമുണ്ട്, ജോലിയുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം വരുന്ന ദുരിതങ്ങൾ മാനേജ് ചെയ്യണം. അതാണ് ശരീരവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യം. ഈ രാഹുലിന്റെ ശരീരത്തെ ഏറ്റവും കൂടുതൽ മാനേജ് ചെയ്യുന്നത് എന്റെ ഉത്തരവാദിത്തമല്ല, അത് രാഹുലിന്റെ സോളിന്റെ ഉത്തരവാദിത്തം. അപ്പൊ അടുത്ത ഘട്ടത്തിലോട്ട് പോകുന്നത് രാഹുലിന്റെ സോളുമായിട്ട് കണക്ട് ആവുക എന്നുള്ളതാണ്. രാഹുലിന്റെ സോൾ കമ്മ്യൂണിക്കേഷൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രാഹുലിനെ ഹീൽ ചെയ്യുന്നത് ഞാനല്ല, രാഹുലിന്റെ സോളാണ് ഹീൽ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിന്റെ ബോഡിയിൽ ആഡ് ഓൺ ചെയ്തിരിക്കുന്ന നെഗറ്റീവായ എനർജീസിന്റെ പ്രസൻസ് വളരെ കൂടുതലാണെങ്കിൽ രാഹുലിന്റെ സ്വന്തം സോളിന് ആക്റ്റീവ് ആവാനുള്ള ഒരു സാധ്യതയും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ എന്റെ ഉത്തരവാദിത്തം രാഹുൽ എന്ന് പറയുന്ന പർട്ടിക്കുലർ എന്ന് പറയുന്ന ഈ ശരീരത്തിന് ഈ 5% വരുന്ന ഈ കോൺഷ്യസ് അവസ്ഥേനെ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ഘട്ടത്തിൽ കൺവിൻസിങ് ആണ് നടക്കുന്നത്. രാഹുലിന്റെ ശരീരത്തെ, രാഹുലിന്റെ ചിന്തകളെ, രാഹുലിന്റെ കാഴ്ചപ്പാടുകളെ, രാഹുൽ കടന്നു പോകുന്ന വഴികളെ, ആ വഴികളിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ രാഹുലിന്റെ ബോധത്തിലോട്ട്, ഈ നിലനിൽക്കുന്ന ബോധത്തോട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്നുള്ളതാണ്. ഈ സമയത്ത് രാഹുലിന്റെ സോളുമായിട്ട് ഞാൻ കണക്റ്റഡാണ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിന്റെ സമയത്ത് വേണ്ട എനർജീസ് മുഴുവനും അവിടുന്ന് പാസ്സായിക്കൊണ്ടിരിക്കുക. 2 സൈഡ് പുഷിങ് വരുന്നത് ഈ സമയത്ത് ഒരു ബോഡിക്ക്. ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് സോളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിട്ടതിന് ശേഷം എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, ഈ പറയുന്ന നെഗറ്റീവായ ഇഷ്യൂ രാഹുൽ ഉള്ളതുകൊണ്ടാണ് രാഹുലിനെ കാണാൻ പറ്റുന്നത്. തേർഡ് എനർജി, രാഹുലിന്റെ ശരീരം 1, രാഹുലിന്റെ സോള് 2, രാഹുലിനെ ബാധിച്ചിരിക്കുന്ന ഇഷ്യൂ 3. ഈ 3ാമത്തെ ഇഷ്യൂ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈം റിലീസ് ആയെന്ന് കരുതുക, അല്ലെങ്കിൽ റിലീസ് ആവാനുള്ള സജഷൻസോ അല്ലെങ്കിൽ റിലീസ് ആവാനുള്ള എനർജീസോ നമ്മൾ പാസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചതിന് ശേഷം എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇനി റിലീസ് ആയെന്ന് കരുതുക. നമ്മളിൽ നിന്ന് റിലീസ് ആവുന്ന എനർജി എവിടെ പോകുന്നു? നശിച്ചു പോവില്ല. ഒരിക്കലും ഒരു എനർജീനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല. അതിന്റെ രൂപം മാറ്റം വരുത്താനേ പറ്റുള്ളൂ. അതിന്റെ ഫ്രീക്വൻസിനെ കുറയ്ക്കാം. ഒരിക്കലും അതിന് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. ഇല്ലാണ്ടാവില്ല, എനർജി ഒരിക്കലും ഇല്ലാണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിനെ ഒന്നെങ്കിൽ ഒരു നെഗറ്റീവായ എനർജിയാണെങ്കിൽ പോസിറ്റീവാക്കി മാറ്റാം. ബൈബിളിന്റെ അകത്ത് നമ്മൾ കേട്ടിരിക്കുന്ന കഥകൾ എന്താ? ഒരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനെയും സുഖപ്പെടുത്തുക, ആ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവായ എനർജീനെ റിമൂവ് ചെയ്തിട്ട് ആ എനർജീനെ പോസിറ്റീവാക്കി മാറ്റുക, ആ സോളിനെ പോസിറ്റീവാക്കി മാറ്റുക. പലപ്പോഴും ഞാൻ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പല കേസുകളും ഇവരുടെ ഭാഗത്തു നിന്ന് റിലീസാവുന്ന സോളുകളും അല്ലെങ്കിൽ ഇവരുടെ സോളുകൾക്ക് വേണ്ട സഹായം വേണ്ട സോളുകളും പലപ്പോഴും നമ്മളെ ഹീലേഴ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരും, കാണാൻ വേണ്ടി വരും. ഇത് നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾക്കുണ്ടെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അവർക്ക് ആ ഫ്രീക്വൻസിയിൽ ഇരിക്കാൻ പറ്റില്ല ആ സമയത്ത്. അതായത് പൊതുവെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ സാധ്യമാണെന്നുള്ള ചിന്ത വളരെ സ്വാഭാവികമാണ്. ഞാൻ ഈ പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്ന മനുഷ്യർക്ക് അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ നിൽക്കുന്ന മനുഷ്യർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതിനകത്ത് ഒരുപാട് സാധാരണക്കാരെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നു. കുറെ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇങ്ങനെ ഇതിനെല്ലാം വളരെ പുച്ഛിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്കിത് കൃത്യമായിട്ട് മനസ്സിലാവും എന്തായിരിക്കും ഓപ്പോസിറ്റ് ആൾക്കാർ ചിന്തിക്കുന്നത്. ഇപ്പൊ ഒരു രാത്രി ചിലപ്പോൾ സമയത്ത് നമുക്ക് വേറെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ നമുക്കൊരു എനർജി ഫ്രീക്വൻസി നമ്മുടെ ബോഡിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് സോൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് നമ്മൾ രാഹുലിന് വേണ്ട കാര്യങ്ങൾ രാഹുലിന് ഗൈഡൻസ് തരുന്ന പോലെ തന്നെയാ രാഹുലെ ഇത്തരത്തിലുള്ള സോളുകൾക്ക് നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്നത്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെയാണ് അവരൊരു ശരീരത്തിലോട്ട് ആഡ് ഓൺ ആവുന്നതും ആ ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാം ചെയ്യുന്നത്. അവർക്കും ഒരു പർപ്പസ് ഉണ്ട്. ആ ഈ പറയുന്ന നെഗറ്റീവായ സോളുകളാണെങ്കിലും പോസിറ്റീവായ സോളുകളാണെങ്കിലും അത് ആ സോളുകൾക്ക് ഒരു പർപ്പസ് ഉണ്ട്. ഈ സോളുകളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. പലപ്പോഴും നമ്മൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ കാണുന്ന പുണ്യാളന്മാരെന്ന് വിളിക്കുന്ന വിശുദ്ധ ആത്മാക്കളുണ്ടല്ലോ, അവരും ജീസസ് ക്രൈസ്റ്റും നമ്മുടെ ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ ഗുരുക്കന്മാരും ഏറ്റവും അധികം ചെയ്യുന്ന ജോലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുപോയ ആത്മാക്കളെ ശുദ്ധീകരിക്കുന്നതാണ്. ഓക്കെ, പോയിന്റ് മനസ്സിലായോ? നമ്മളെക്കാളും കൂടുതൽ അവർ ചെയ്യുന്ന ജോലി അതാണ്. ഈ ആത്മാക്കളെ ശുദ്ധീകരിച്ച് ആ എവിടെ നിന്നാണോ ജനറേറ്റ് ചെയ്ത് അങ്ങോട്ട് പറഞ്ഞയക്കാന്ന് പറയുന്നത് ചെറിയ പ്രോസസ് അല്ല. ഇതിനിടയ്ക്ക് സംഭവിക്കുന്ന പല ഇഷ്യൂസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അപ്പൊ നമ്മളെ കാണാൻ വേണ്ടി പലപ്പോഴും ഈ സോളുകൾ നമ്മളെ കാണാൻ വേണ്ടിയും നമുക്ക് കമ്മ്യൂണിക്കേഷൻ തരാൻ വേണ്ടി വരുന്ന സമയത്ത് എന്ത് പറ്റുന്ന പറഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇന്നലെ രാത്രി ഒരു 10:30-11 മണിക്ക് ആയപ്പോഴേക്കും സോൾ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയം, സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മ വിളിച്ചു, എൻ്റെ സ്വന്തം അമ്മ എന്നെ വിളിച്ചു. വെറുതെ വിളിക്കുന്ന റാൻഡമായിട്ട് ചിലപ്പോൾ 1 മിനിറ്റ് കുറച്ച് നേരമൊക്കെ സംസാരിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ആരോടെ സംസാരിക്കണമെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, ആരുമില്ല, ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ ഒറ്റയ്ക്കാം. ആരുമില്ല. അല്ലല്ലോ, ഒരാളോട് സംസാരിക്കുന്നുണ്ടല്ലോ, ആൾക്കൊന്ന് ഫോൺ കൊടുത്തേക്കുന്നു ഞാൻ അടുത്ത്. ഞാൻ പറഞ്ഞു, ഇല്ല. എൻ്റെ അമ്മ ആ ശബ്ദം കേട്ടിട്ട് ആ ആളോട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അമ്മ പറഞ്ഞു, ശരി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ ഫോൺ വെച്ചിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാനത് എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഇപ്പൊ തന്നെ ഇത് ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട്. ഇത് എന്താ സംഭവിക്കുന്നത്? അതായത് ഇത് പലപ്പോഴുമായി സംഭവിക്കുന്നു. ഞാൻ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സമയത്ത് ഇരുന്ന് എന്നെ ഫോൺ ചെയ്താൽ ഇത് ഫോണിൽ കൂടെ ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടും. അതായത് എന്തെങ്കിലും ഒച്ചയായിരിക്കാം, ബഹളമായിരിക്കാം, മറ്റേതെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ ഇവർക്ക് അവിടെ പേടിയായിരിക്കാം, ചിലപ്പോൾ അവരുടെ അടുത്തൊരാളെ സംസാരിക്കുന്നതായിരിക്കാം. അപ്പൊ ഞാൻ കൃത്യമായി പറയും, ഫോൺ വെച്ചോളൂ, റൈറ്റ് ടൈം അല്ല ഇത്, ഫോൺ വെച്ചോളൂ എന്ന് പറയും. ഇത് കുറെ പേർക്കായി സംഭവിക്കുന്നു. അപ്പൊ ഇതെന്താണ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കുറെ റിസ്ക് ഉണ്ട്. നമ്മൾക്ക് ആ സമയത്ത് നമ്മൾ ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ കൊടുക്കാതെയോ നമ്മൾ ഇവരെ അറ്റൻഷൻ കൊടുക്കാതെയോ നമ്മൾ പോയി കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസമല്ലേ കൊളാക്കി കളയും എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും രീതിയിൽ. അതായത് നമ്മൾ വാക്ക് പറഞ്ഞിട്ടാണ് അവരെ റിലീസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ട ചില കാര്യങ്ങൾ, പ്രാർത്ഥനകളാവാം,
ചിലപ്പോൾ എന്തെങ്കിലും പൂജകളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും എനർജൈസ്ഡ് ആയത് എന്തെങ്കിലും കാര്യങ്ങളാവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇത് വലിയ സംഭവങ്ങളായിട്ടൊന്നല്ല ഇവർ വരുന്നത്. ഒരു മനുഷ്യൻ എങ്ങനെയാണോ നമ്മളെ കാണാൻ വേണ്ടി വരുന്നത്, അതേ കണ്ടീഷൻ തന്നെയാണ് അത്തരത്തിലുള്ള സോളുകൾക്കും സംഭവിക്കുന്നത്. ഇതിങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്പിരിച്വൽ ഹീലേഴ്സ് എന്ന് പറയുന്നത് ഒട്ടും സുഖകരമായ ജോലിയല്ല, ഒട്ടും സുഖകരമായ ജോലിയല്ല. എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു വർഷത്തിനുള്ളിൽ ഈ ജോലി ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു വർഷം പോലും പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. രാഹുൽ അറിയാലോ, ഞാൻ ഒരുപാട് മനുഷ്യരെ നേരിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു ആഴ്ചകൾക്ക് മുൻപ് വരെ കുറെ മനുഷ്യരെ ഡയറക്റ്റ് വന്നുകൊണ്ടിരുന്ന. എന്ത് പറ്റൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. എനിക്ക് ശാരീരികമായിട്ട്, മാനസികമായിട്ട്, എൻ്റെ എനർജി ബേസിൽ. കാരണം നമ്മൾ ഓരോ വ്യക്തികൾക്ക് നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന, നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മുടെ ഉള്ളിലിരിക്കുന്ന എനർജി വലിഞ്ഞു പോകുന്നൊരു അവസ്ഥയുണ്ട് ഈ സമയത്ത് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് നമുക്ക് ഭയങ്കര തലവേദന, ഭയങ്കര പ്രശ്നങ്ങൾ നമുക്കൊന്ന് കയറും. ഈ സമയത്ത് നമ്മൾ തളർന്നു പോകും. ഇത് എല്ലാ ദിവസവും നോക്കൂ, 2 മാസം കൊണ്ടൊക്കെ ആയിട്ട് എത്രയോ കൺസൾട്ടേഷൻ, എത്രയോ 10,000 കൺസൾട്ടേഷൻ മുകളിലാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മളെ ബാധിക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹീലേഴ്സിന് ഭയങ്കര ഡേഞ്ചറാണ് അവരുടെ ലൈഫ്. അത് ഈ ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കും. ഒരു വ്യക്തി നമ്മളെ കാണാൻ വേണ്ടി വരാം, ഇങ്ങനെ മനസ്സിലാക്കിയപ്പോ രാഹുൽ എന്നെ കാണാൻ വേണ്ടി വരാം. രാഹുലിന് ഒരു എനർജി, ഒരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ മരണമാണെന്ന് വിചാരിച്ചോ. മരണവുമായി ബന്ധപ്പെട്ട എന്തൊരു എനർജിയുമായിട്ട് രാഹുൽ കണക്ട് ചെയ്ത് നിൽക്കുക, ശാപമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. രാഹുൽ എൻ്റെ അടുത്ത് കാണാൻ വേണ്ടി വരാം. ഞാൻ ഹീൽ ചെയ്യുന്ന സമയത്ത് ഈ എനർജി എങ്ങോട്ട് ട്രാൻസ്ഫർ ആവും? ഈ എനർജി നേരെ എന്നിലോട്ട് ട്രാൻസ്ഫർ ആവും. രാഹുൽ ഫ്രീ ആയേ, മരണമാണ് ഞാൻ കൊണ്ടെടുക്കുന്നത്. നമുക്ക് നമ്മുടെ ലൈഫിനോളം വാല്യൂ ഉണ്ട് ഇതിന്. ആൾക്ക് പലപ്പോഴും ഇതിന്റെ വാല്യൂ മനസ്സിലാവുന്നില്ല എന്താന്ന്. നമ്മൾ എടുത്തു വെക്കുന്ന എന്താ മനസ്സിലാവുന്നുണ്ട്. എല്ലാ ഗുരുക്കന്മാരും, ഇതിപ്പോ നമ്മൾ കാണുന്ന പല ഗുരുക്കന്മാരും എല്ലാവരും അവസാന കാലഘട്ടത്തിൽ ശിഷ്യന്മാരെ കാണരുതെന്ന് ആഗ്രഹിച്ച ആളുകളാണ്. കണ്ടു കഴിഞ്ഞാൽ എത്രയോ ഗുരുക്കന്മാരെ ശിഷ്യന്മാരുടെ അസുഖങ്ങൾ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത്. ക്യാൻസർ തൊട്ടുള്ള എത്രയോ അസുഖങ്ങൾ, എത്രയോ മനുഷ്യരുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ആ പറയുന്ന ഗുരുവോ അല്ലെങ്കിൽ അത്രയുള്ള ആളുകളെടുത്ത് തലയിൽ വെക്കുക. ഗുരു ചുമക്കുന്നത് ശാപമാണ്. അല്ല, ഗുരു ചുമക്കുന്നത് വേറെ ഒന്നുമല്ല, ശിഷ്യനാണ് സന്തോഷം അനുഭവിക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. ഹീലേഴ്സിനെ സംബന്ധിച്ചിട്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര പ്രശ്നമാണ്. നമ്മള് ശരിക്കും നമ്മുടെ ഹീലേഴ്സിന് ഡെവലപ്പ് ആവുന്ന എനർജി അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള സിദ്ധികളോ ഇത്തരത്തിലുള്ള എനർജീസൊക്കെ അവർക്ക് കിട്ടുന്നത് അവരുടെ ലൈഫിനെ ഏറ്റവും ഉയർന്ന തലത്തിൽ അവരെത്തിച്ച് അവർ മോക്ഷത്തിലോട്ട് പോകുക എന്നതാണ് പ്രക്രിയ. എന്നാൽ ഹീലർ ആവുക എന്ന് പറയുന്നത് മോക്ഷത്തിലോട്ട് പോകുന്നതിന്റെ തടസ്സമാണ്. നമ്മൾ ഒരു 20% നമ്മൾ പോയി നിൽക്കും. കാരണം നമുക്ക് ചുറ്റും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത ഘട്ടത്തിലോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി അവസാനിപ്പിച്ച എന്നൊരു നല്ല ആഗ്രഹത്തിലാണ് ഞാനിരിക്കുന്നത്.